Navita Shaji. Welcome back to my channel LKLS Star Max Class. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് +1 ലെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലുള്ള 2.1 ആണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഇഫ് x/3 + 1, y - 2/3 = 5/3, 1/3. ഇതൊക്കെ എന്താണ്? ഓർഡേർഡ് പെയറിലാണ് കേട്ടോ. ഇത് എ ബി അതുപോലെ. സോ ഫൈൻഡ് എക്സ് ആൻഡ് വൈ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ആദ്യം ഫസ്റ്റ് ഇതെടുത്ത് എഴുതാം. x/3 + 1 = ഇത് ഇതിനോട് റിലേറ്റ് ചെയ്തിട്ട് പോകുന്നത് ഇതാണ്. സോ 5/3 ഇവിടെ എടുത്ത് എഴുതുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും? ഓക്കെ, ഒന്നും കൂടി ഞാനിത് എഴുതാണ്. x/3 + 1 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തുണ്ടെന്നർത്ഥം? ഒരു 1 ഉണ്ടെന്നർത്ഥം. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഡിനോമിനേറ്റേഴ്സ് ഈക്വലൈസ് ചെയ്യാൻ പോകുന്നത് അല്ലേ. സോ ഇവിടെ LCM എന്ന് പറയുന്നത് എന്താണ്? LCM എന്ന് പറയുന്നത് 3 ആയിരിക്കും. സോ ഇവിടെ 3 ആക്കാൻ ഇവിടെ 3 കൊടുക്കുക, ഇൻറ്റു 3 കൊടുക്കുക. ഒരു നമ്പർ കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഒരു 1 ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, സോ നമുക്ക് എന്ത് ഇവിടെ 5/3 എഴുതാം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇനി ചെയ്യാൻ പോകുന്നത് x ദെൻ പ്ലസ് 1 × 3 എത്രയാ? 3 ബൈ ഇവിടെയും 3 കിട്ടി. ഇതേ 1 × 3 3. ഇപ്പോൾ നമ്മൾ ഡിനോമിനേറ്റേഴ്സ് ഈക്വലൈസ് ചെയ്തില്ലേ? ആദ്യം ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. സോ ഇവിടെ ഒരു 3 ഇട്ടാൽ പോരെ. സോ x + 3 = what? 5/3 കിട്ടി നമ്മുടെ ആൻസർ. കണ്ടോ? ഇനി നമുക്ക് എന്ത് ചെയ്യാൻ നോക്കി? ഇവിടെയും ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിട്ടാണ് കിടക്കുന്നത്. സോ ഇത് രണ്ടും കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ. സോ x + 3 = എന്താണ്? 5 ആണ്. ആൻഡ് x = ഈ 5 എഴുതുക. ഇത് ഇപ്പുറത്തേക്ക് പോയപ്പോൾ എന്ത് ചെയ്തു? ട്രാൻസ്പോസ് ചെയ്തപ്പോൾ അത് +3 -3 ആയി. സോ വി ഗോട്ട് വാട്ട്? 2. സോ എക്സിൻ്റെ ആൻസർ എന്താ കിട്ടിയത്? 2 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ നെക്സ്റ്റ് പാർട്ട് എടുക്കാം. ഏതാണത്? കണ്ടോ? y - 2/3. അതിൻ്റെ കൂടെ വരുന്നത് ആരായിരിക്കും? ഇപ്പുറത്തെ. കണ്ടോ? ബിയും. ഓക്കെ, സോ നമുക്കത് ചെയ്യാം. y - 2/3 = 1/3. ആദ്യം എങ്ങനെയാണോ എഴുതിയത് അതുപോലെ തന്നെ ഇവിടെ എഴുതുക കേട്ടോ. സെക്കൻഡ് പാർട്ട് എടുത്ത് അപ്പുറത്തെ സെക്ഷനിൽ സെക്കൻഡ് തന്നെയാണ് അതിനോട് റിലേറ്റീവ് ആയിട്ടിരിക്കുന്നത്. സോ y - 2/3 = 1/2 കൊടുത്തു. ഇവിടെയും ഇതുപോലെ തന്നെ എന്താണ്? നമുക്ക് LCM 3 ആണ്. സോ LCM 3 ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ഈക്വലൈസ് ചെയ്യാം അല്ലേ. ഇവിടെ എന്ത് കൊടുക്കാം? y/1 - 2/3 = 1/3 എഴുതാം. ഇനി നോക്കിയേ, ഇതിനെ ഡിനോമിനേറ്റർ 3 ആക്കി എടുക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 3 ഇവിടെയും കൊടുക്കുക, ഇവിടെയും കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? 3 × y. 3 × y എത്ര കിട്ടി? 3y - 2. ഇനി ഡിനോമിനേറ്റർ നോക്കിയാൽ 1 × 3 3, ഇവിടെയും 3. സോ ഒരു 3 ഇട്ടാൽ പോരെ? = 1/3. റൈറ്റ്. ഇനി നമ്മൾക്ക് എന്താ ചെയ്യണ്ടേ? നോക്കിയേ, ഇവിടെയും ഇത് രണ്ടും നമുക്ക് ഇവിടെ നിന്ന് തന്നെ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പുറം എന്താണ്? ഡിനോമിനേറ്റർ സെയിം ആണ്. സോ ക്യാൻസൽ. ബാക്കി നമുക്ക് എന്താ കിട്ടിയത്? 3y - 2 = 1 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് കൊടുക്കാം? 3y = ഈ 1 എഴുതി, ഈ 2 ഇപ്പുറത്തേക്ക് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്തായി മാറി? +2 ആയി. സോ 3y = what? 3. ദെർഫോർ y മാത്രമായിട്ട് എടുക്കണം അല്ലേ. y = എന്ത് വരും? 3 എഴുതുക. ഇതിനെ ഡിവൈഡ് ചെയ്യും. 3 × y മീൻസ് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്തായി? ഡിവിഷനായിട്ട് മാറി. സോ 3 × 3 ക്യാൻസൽ. വാട്ട്? കണ്ടോ? 1 കിട്ടി. സോ വൈയുടെ വാല്യൂ എന്താ നമുക്ക് കിട്ടിയത്? 1 കിട്ടി. കണ്ടോ? അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. ഇഫ് x/3 + 1 = y - 2/3, സോറി കോമയാണ് ഇവിടെ, = 5/3 + 1/3 എന്നാണ്. സോ ഇതും കൂടി ആദ്യത്തെ രണ്ടും കൂടി ഒന്നിച്ചെടുക്കുക. ദെൻ ഇത് രണ്ടും കൂടി ഒന്നിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ എക്സിൻ്റെ വാല്യൂ വൈയുടെ വാല്യൂ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. കണ്ടോ? സോ എക്സിൻ്റെ വാല്യൂ 2 കിട്ടി, വൈയുടെ വാല്യൂ എന്ത് കിട്ടി? 1 കിട്ടി. സോ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. Question number 2 ഏതാണ്? Question number 2 നോക്കുക. നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഇൻ A = 3 ആൻഡ് B = set 3 4 5. ഫൈൻഡ് ദ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഓഫ് A × B. A × Bയിലെ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് എത്രയെന്നാണ് കണ്ടെത്താനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെയാണ് എഴുതുക? നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഇൻ A × B എന്ന് ഇതുപോലെ എഴുതണം അല്ലേ. = നമുക്ക് എന്തെഴുതാം? നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഇൻ എയും ഇൻറ്റു നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഇൻ ബിയും ആയിരിക്കും. ഇങ്ങനെയായിരിക്കും നമ്മൾ എഴുതുക അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഇൻ A എന്നുള്ള സെറ്റിൽ എത്ര മെമ്പേഴ്സാണ് ഉള്ളത്? 3 ആണ് തന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് 3 എഴുതാം അല്ലേ. നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഇൻ ബിയിൽ എത്ര എണ്ണം ഉള്ളത്? 1 2 3. റൈറ്റ്. അപ്പോൾ ഇവിടെയും 3 എഴുതുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? ആൻസർ 9. കണ്ടോ? എളുപ്പമല്ലേ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. G = set 7 8, H = set 5 4 2. ദെൻ നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? G × H ഉം H × G ഉം ആണ് അല്ലേ. ജസ്റ്റ് ഓപ്പോസിറ്റ് ചെയ്യുക. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? G × H ചെയ്യാം.
ഓക്കെ. ജി ക്രോസ് എച്ച് എന്ന് പറയുമ്പോൾ ആദ്യം എന്താ വരിക, ജിയിലെ എലിമെൻറ്റ് വരും അല്ലേ. അപ്പോൾ 7ഉം പിന്നെ ഇവിടെ ആര് വരും, 5 വരും. പിന്നെ എന്ത് വരും, 7ഉം 4ഉം ദെൻ 7ഉം 2ഉം. അതുപോലെ തന്നെ 8 5 8 4 8 2 8 5 അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്ത് എഴുതണം. ഓക്കെ. അപ്പോൾ നമുക്കത് നോക്കാം. ഫസ്റ്റ് എന്താ കൊടുക്കുക, നമുക്ക് 7ഉം 5ഉം കൊടുത്തു അല്ലേ. പിന്നെ എന്താ കൊടുക്കുക, 7ഉം 4ഉം കൊടുത്തു. റൈറ്റ്. പിന്നെയോ 7ഉം 2ഉം ഇവിടെയൊക്കെ കോമ കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് കൊടുക്കാം, 8 5 ഓർഡേഡ് പെയറിൽ. ദെൻ എന്താണ് 8 4, പിന്നെയോ 8 2. ഓക്കെ. അപ്പോൾ അതും തീർന്നല്ലോ. ഇനി നമുക്ക് എന്തായിരിക്കും കൊടുക്കേണ്ടത്, ഇത് വെച്ചിട്ടല്ലേ. അപ്പോൾ ഇതിലുള്ള എല്ലാ എലിമെൻറ്റും തീർന്നോട്ടെ. 8 5 വരെ നമ്മളിത് വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ എന്തൊക്കെ കൊടുത്തു, 7ഉം 5ഉം കൊടുത്തു, ദെൻ 7ഉം 4ഉം ദെൻ 7 2. പിന്നെ നമ്മളൊക്കെ എന്താ കൊടുക്കേണ്ടത്, 8ൻ്റെ വെച്ചിട്ട് കൊടുക്കുക. ഓക്കെ. സോ 8 5 8 4 8 2 അതും കൊടുത്തു. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, വീണ്ടും എച്ച് ക്രോസ് ജി എന്നാണ്. സോ എച്ചിൻ്റെ എലിമെൻറ്റ്സൊക്കെ ആദ്യം വരണം. എന്ത് കൊടുക്കാം, 5 7 സെറ്റിലാണ് കേട്ടോ കൊടുക്കേണ്ടത്. സോ 5 7 ദെൻ എന്ത് കൊടുത്തു, 5 കൊണ്ട് 8ന് കൊടുക്കുക. ഓക്കെ. 5 ആൻഡ് 8. അതുപോലെ തന്നെ എന്താണ് 4ഉം 7, ഈ 4ഉം 7ഉം ദെൻ 4 8 ദെൻ നമുക്ക് എന്ത് എഴുതാം, 2 7 ദെൻ 2 7 കൊടുത്തു കഴിഞ്ഞാൽ 2ഉം 7ഉം കൊടുത്തു. ദെൻ എന്തെടുക്കുക, 2 8. അപ്പോൾ നമ്മുടെ അതും കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള ജി ക്രോസ് എച്ചും എച്ച് ക്രോസ് ജിയും. സോ ലെറ്റ് us മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് വൺ എന്ന് പറയുന്നത് എന്താണ്, ട്രൂ ഓർ ഫോൾസ് ആണ് കേട്ടോ. ട്രൂ ഓർ ഫോൾസിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, എഫ് പി ഈക്വൽ ടു സെറ്റ് എം എൻ ആൻഡ് ക്യൂ ഈക്വൽ ടു സെറ്റ് എൻ എം ദെൻ പി ക്രോസ് ക്യൂ ഈക്വൽ ടു എം എൻ എൻ എം. ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന്, ഫോൾസ് ആണെന്നറിയാം. നമ്മൾ ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, അതെന്താണ്, എന്തുകൊണ്ടാണ് അത് ഫോൾസ് ആയെന്നുള്ളത് നമ്മൾക്കത് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടതാണ്. സോ ഇതിൻ്റെ ആൻസർ എന്താണ്, ഫോൾസ് ആണ്. സോ എന്തുകൊണ്ടാണ് ഫോൾസ് ആയെന്ന് വെച്ചാൽ നോക്കിയാൽ പി ക്രോസ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും, ഇ എമ്മും ഇ എന്നും അല്ലേ. സോ സെറ്റിനകത്ത് നമുക്ക് ആദ്യത്തെ ഓർഡേഡ് പെയർ എന്താണ്, എമ്മും എന്നും. ദെൻ ഇനി എമ്മും കണ്ടോ. ഇതിനെ രണ്ടും എടുത്തു, ഇതുകൊണ്ട് ഇതിനെ രണ്ടിനെയും എടുത്തു. ഇനി അടുത്തത് എന്താണ്, എൻ വരും. സോ എന്നും വരും. ദെൻ എന്ത് വരും, എന്നും എമ്മും വരും. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ വരും എന്ന് പറഞ്ഞിരിക്കുന്നത്, എമ്മും എമ്മും മാത്രമേ ഉള്ളൂ എന്നാണ്. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് വാട്ട്, ഫോൾസ്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണ്, ഇതാണ്. ഓക്കെ. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, if A and B are two non-empty sets, then A cross B is a non-empty set of ordered pairs X, Y such that X element B and Y element B. ഇതാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇത് നമുക്ക് നോക്കിയാൽ തന്നെ പറയാൻ പറ്റും എന്താണെന്ന്. ഇതിപ്പോൾ ഈ എക്സും വൈയും എടുത്തു കഴിഞ്ഞാൽ ഇതാണ് എ, ഇത് ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ ഇത് എക്സും വൈയും എടുത്തു കഴിഞ്ഞാൽ ഇതാണ് എ, ഇതാണ് ബി. പക്ഷേ ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കിയാൽ എക്സ് എലിമെൻറ്റ് ബി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, എക്സ്. ദെൻ വൈ എന്താണെന്ന്, വൈ എന്ന് പറയുന്നത് എ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ മാറിപ്പോയി, ഇവിടെ എ ആണ്. വൈ എലിമെൻറ്റ് എ എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും തെറ്റല്ലേ. അപ്പോൾ ഇതെന്താണിത്, ഫോൾസ് ആണ്. ഓക്കെ. ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. So third question, if A equal to set 1 2, B equal to set 3 4, then A cross B intersection null set equal to null set. അല്ലേ. എപ്പോഴും ഏതെങ്കിലും ഒരെണ്ണം null set ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ എന്ത് തന്നെയായിരിക്കുള്ളൂ, null set തന്നെയായിരിക്കുള്ളൂ. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ട്രൂ ആണ്. അതായത് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, ബി ഇൻ്റർസെക്ഷൻ നൾ സെറ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്ത് വരുള്ളൂ, നൾ സെറ്റ് തന്നെയായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ ഇത് തന്നിരിക്കുന്നത് കേട്ടോ. എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ നൾ സെറ്റ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക, 1ഉം 2ഉമാണ്. അതിനെക്കൊണ്ട് നൾ സെറ്റ് കൊണ്ട് ക്രോസ് ചെയ്ത് എന്തായിരിക്കും ആൻസർ കിട്ടുക, നൾ സെറ്റ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള കേട്ടോ. സോ ഏതൊരു ഇപ്പോൾ ഇതിനകത്ത് എലിമെൻ്റ് ഉണ്ടെങ്കിൽ അതിനൊരു നൾ സെറ്റ് കൊണ്ടിട്ട് നമ്മൾ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്ത് തന്നെ വരുള്ളൂ, നൾ സെറ്റ് വരുള്ളൂ. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് വാട്ട്, ട്രൂ. ഓക്കെ. So next question, if A equal to set -1 1, find A cross A ട്രിപ്ലറ്റ് ആണ് അല്ലേ. അപ്പോൾ 3 പ്രാവശ്യം ഇത് തന്നെ എഴുതണം അല്ലേ. A ഈക്വൽ ടു എന്തായിരിക്കും, സെറ്റ് 1
-1 1. അടുത്തത് മെയ്ഡാത്ത എന്ത് തന്നെയാണ്, സെയിം സെറ്റാണ്, -1 ഉം 1 ഉം ആയിരിക്കും. ദെൻ ഒരു എയ്ഡാത്ത എഗെയിൻ ഇത് തന്നെയായിരിക്കും, -1 ഉം 1 ഉം ആയിരിക്കും. റൈറ്റ്. അപ്പോൾ ഇതിനെ നമ്മൾ ഓർഡേർഡ് പെയറിലേക്ക് അങ്ങോട്ട് എഴുതിയാൽ മതി. സോ ഇതിന് എന്താ പറയുക, ട്രിപ്ലെറ്റ് എന്ന് പറയും അല്ലേ. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഇത് നിങ്ങളൊന്ന് സൈനുകൾ മാറി ചേഞ്ച് ചെയ്ത് കൊടുത്ത് നമുക്ക് എത്ര എണ്ണം വരും, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. സോ ടോട്ടൽ എത്ര എണ്ണം ആയിരിക്കും നമുക്ക് കിട്ടുക, 8 ഓർഡേർഡ് പെയേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. എല്ലാം എന്തായിരിക്കും, ട്രിപ്ലെറ്റ് ആയിരിക്കും. സോ നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. സി സെറ്റിനകത്ത് -1 -1 കണ്ടോ, -1 -1 സോ അതൊരു അതിനകത്ത് ഒരു ഓർഡേർഡ് പെയർ. ഇനി അടുത്തത് എന്താണ്, ഈ 1 വെച്ചിട്ട് ഈ -1 കൊണ്ട് തന്നെ ഇനി അടുത്തതിലേക്ക് ചെയ്യണം അല്ലേ. സോ നമുക്ക് എന്ത് കൊടുക്കാം, -1 അടുത്തത് സൈൻ ഇല്ലാത്തതായിട്ട് കൊടുക്കാം. സോ ഇപ്പോൾ 2 ഓർഡേർഡ് പെയറായി. ഇനി നമുക്ക് എന്ത് കൊടുക്കാം, -1 1 -1 കൊടുക്കാം. ചിരിച്ച് ഒന്ന് മാറ്റി കൊടുക്കാം. ഓക്കെ, അടുത്ത ഓർഡേർഡ് പെയറിൽ. ഇനി അടുത്തത് എന്താണ്, -1 1 then 1. റൈറ്റ്. അടുത്തത് എന്ത് എഴുതാം നമുക്ക്, 1 -1 പിന്നെ എന്ത് കൊടുക്കാം, -1. കണ്ടോ, ഗ്രൂപ്പിൽ ഇല്ലാത്ത തരത്തിൽ നമ്മളങ്ങോട്ട് എഴുതി കൊടുക്കുക. തെറ്റരുത് കേട്ടോ, 1 1 1 എന്ന് വരുന്നുണ്ട്. അപ്പം ഒന്ന് നോക്കിയാൽ മതി, ചേഞ്ച് ചെയ്ത് അങ്ങോട്ട് എഴുതിയാൽ മതി. 1 -1 1. പിന്നെ എന്ത് വരും നമുക്ക്, 1 1 then -1 എഴുതാം ഇവിടെ. ഇനി ഒരു പേരും കൂടെ വരില്ലേ, ലാസ്റ്റ് 1 എന്തായിരിക്കും, ഇത് 1 1 1 കണ്ടോ, 1 1 1. ഇപ്പോൾ തീർന്നില്ലേ, നോക്കിയേ, 1 2 3 4 5 6 7 8. സോ 8 പെയേഴ്സ് ആയിരിക്കും വരുന്നത്. അതായത് ഇവിടെ 2 ഇൻറ്റു ഇവിടെ 2 ഇൻറ്റു ഇവിടെ 2. സോ 8, നമുക്ക് 8 പെയേഴ്സ് കിട്ടി. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഇഫ് എ ക്രോസ് ബി ഈക്വൽ ടു സെറ്റ് ഓർഡേർഡ് പെയർ AX AY BX BY. ഇതാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. എന്താണ്, എയിൽ വരുന്ന എലിമെൻറ്റ്സ് ഏതൊക്കെയാണ്, ബിയിൽ വരുന്നത്. ഫൈൻഡ് A ആൻഡ് B മീൻസ് എയിൽ ഏതൊക്കെ വരും, എയിൽ ഏതൊക്കെയായിരിക്കും വരുന്നത്. ഇതെല്ലാം ബിലോങ് ചെയ്യുന്ന ഏതാണ്, എയിലായിരിക്കും അല്ലേ. മറ്റിപ്പുറത്ത് കിടക്കുന്നതൊക്കെ ബിലോങ് ചെയ്യുന്നത് ഏതിലായിരിക്കും, ബി എന്നുള്ള സെറ്റിലായിരിക്കും. അപ്പോൾ നമുക്ക് എന്തെഴുതാം, A ഈക്വൽ ടു സെറ്റ്, ഇത് A റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, സോ ഒരു A എടുത്താൽ മതി. ഇപ്പുറത്ത് എന്താ, B റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, സോ ഒരു ബിയും എടുക്കുക. അതുപോലെ തന്നെ ബിക്കകത്തോ നോക്കിയാൽ X Y, സോ ഒരു പ്രാവശ്യം എടുത്താൽ മതി, XY. കണ്ടോ, വളരെ എളുപ്പം അല്ലേ. സോ അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.